നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് ആഗ്ര, ഡൽഹി, പഞ്ചാബ്, കാശ്മീർ. അതിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ആഗ്രയിൽ ആഗ്ര ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് ഈ ആഗ്ര ഫോർട്ട്. താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ആഗ്ര ഫോർട്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കോട്ട വെറും ഒരു കോട്ട മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രവും മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയും അനേകം രാജകീയ ഓർമ്മകളും ഇന്നും സൂക്ഷിക്കുന്ന ഒരു വിസ്മയമാണ്. അപ്പോൾ നമുക്കും ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ വഴി മുന്നേ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ എന്നിരുന്നാലും 10 രൂപ GST എന്ന പേരിൽ അവർ വീണ്ടും നമ്മളെ കയ്യിൽ നിന്ന് എല്ലായിടത്തും വാങ്ങിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സുരക്ഷാ പരിശോധന കഴിഞ്ഞിട്ടാണ് നമ്മളെ കടത്തിവിടുന്നത്. പുറത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ മതിലുകൾ ഏവരെയും അത്ഭുതപ്പെടുത്തും. ഏകദേശം 2.5 കിലോമീറ്ററോളം നീളമുള്ള ഈ കോട്ടയുടെ മതിലുകൾ അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിയും സുരക്ഷയും വ്യക്തമാക്കുന്നതാണ്. ഈ കാണുന്നതാണ് ഈ കോട്ടയിലേക്കുള്ള പ്രധാന കവാടം. ഇതിന്റെ പേരാണ് അമർസിം ഗേറ്റ്. പ്രധാന കവാടമായ അമർസിം ഗേറ്റിലൂടെ ഉള്ളോട്ട് പ്രവേശിച്ചാൽ നമുക്ക് വിശാലമായ ഒരു നടുമുറ്റം കാണാൻ സാധിക്കും. ആ നടുമുറ്റത്ത് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല സ്പോട്ടുകൾ ആ ഏരിയയിലുണ്ട്. 1565 അന്നത്തെ ചക്രവർത്തിയായ അക്ബർ ചക്രവർത്തി ഈ കോട്ട നിർമ്മിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമികളായ ജഹാംഗീറും ഷാജഹാനും നിരവധി ഭാഗങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചധികം സമയം ആ നടുമുറ്റത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ്. ആ നടുമുറ്റം കഴിഞ്ഞ് ചെറിയൊരു കവാടത്തിലൂടെ നേരെ ഉള്ളോട്ട് പ്രവേശിച്ചാൽ പിന്നെ ഒരു റാമ്പ് പോലത്തെ ഒരു ഏരിയയാണ്. നല്ല വിശാലമായ വഴിയാണ് ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള ആ ഏരിയയിലുള്ളത്. അന്നത്തെ കാലത്ത് ആനകൾക്കും കുതിരകൾക്കും എല്ലാം കടന്നു പോകാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കവാടം സ്ഥാപിച്ചതെന്ന് പറയുന്നത്. ഒരിക്കൽ കുതിരകളും ആനകളും സൈനികരും നിറഞ്ഞിരുന്ന ഈ വഴികളിലൂടെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് നടക്കുന്നത്. ഇവിടെയുള്ള ഓരോ കല്ലിനും ഓരോ ചുമരിനും പറയാനുള്ള ഒരു കഥയുണ്ട്. ഈ കോട്ട ഒരു കാലത്ത് മുഗൾ ഭരണാധികാരികളുടെ രാജധാനിയായിരുന്നു. ഭരണകാര്യങ്ങളും രാജകീയ ചടങ്ങുകളും ഇവിടെ നിന്നാണ് നടന്നിരുന്നത്. ആ റാമ്പിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജഹാംഗീർ മഹൽ എന്ന അതിസുന്ദരമായ ഒരു കൊട്ടാരമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മനോഹരമായ കൊട്ടാരങ്ങൾ വ്യത്യസ്ത മുഗൾ ചക്രവർത്തിമാർ പണി കഴിപ്പിച്ചതാണ്. ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ചിരുന്ന പല ഭാഗങ്ങളും പിന്നീട് ഷാജഹാൻ ചക്രവർത്തി വെളുത്ത മാർബിൾ ഉപയോഗിച്ച് നവീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ മുഗൾ വാസ്തുവിദ്യയുടെ 2 വ്യത്യസ്ത ശൈലികൾ ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ കോട്ടക്കുള്ളിലെ ഡാൻസിംഗ് കോർട്ട്യാർഡ് എന്ന ഭാഗത്താണ്. അന്നത്തെ കാലത്തെ നൃത്ത കലാരൂപവും സംഗീതവും എല്ലാം ഇവിടെ വെച്ചാണ് നടത്തപ്പെട്ടിരുന്നത്. രാജാക്കന്മാർക്ക് വേണ്ടിയും രാജാക്കന്മാരുടെ സ്പെഷ്യൽ അതിഥികൾക്ക് വേണ്ടിയും ഇവിടെ നൃത്ത സംഗീത പരിപാടികളെല്ലാം ആഘോഷിച്ചിരുന്ന ഒരു ഏരിയയാണ് ഇതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം ജഹാംഗീർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഒരു മുന്തിരി തോപ്പായിരുന്നു. ഈ ജഹാംഗീർ ചക്രവർത്തിക്ക് മുന്തിരി വയലിനോട് അതീവ താല്പര്യമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഷാജഹാൻ ചക്രവർത്തി തന്റെ ജീവിതത്തിന്റെ അവസാന 8 വർഷം ചെലവഴിച്ച കോട്ടക്കുള്ളിലാണ്. തന്റെ 3ാമത്തെ മകനായ ഔറംഗസീബ് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഷാജഹാൻ ചക്രവർത്തിയെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ആ കോട്ടക്കുള്ളിൽ ബന്ദിയാക്കുകയായിരുന്നു. ഈ കോട്ടയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് ഷാജഹാന്റെ അവസാന കാല ജീവിതം. അദ്ദേഹത്തിന്റെ മകനായ ഔറംഗസീബ് ഷാജഹാനെ ഈ കോട്ടയിൽ തടവിലാക്കിയതായി ചരിത്രം പറയുന്നു. കോട്ടക്കുള്ളിലെ ഈ പ്രധാന മുറി സ്വർണം കൊണ്ടും മറ്റു അലങ്കാര വസ്തുക്കൾ കൊണ്ടും നിർമ്മിച്ചിരുന്ന ഒരു പ്രധാന റൂമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർ ഈ കോട്ട കൈക്കലാക്കിയപ്പോൾ ഇതിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം അവർ കൈക്കലാക്കി പോയെന്നാണ് പറയപ്പെടുന്നത്. ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന്റെ സ്മരണക്കായി നിർമ്മിച്ച താജ്മഹൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന്റെ സ്മരണക്കായി നിർമ്മിച്ച താജ്മഹൽ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്ര ഫോർട്ട് വെറും ഒരു രാജകീയ കോട്ട മാത്രമല്ല, വികാരങ്ങളും ചരിത്രവും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. ഈ കോട്ടക്കുള്ളിൽ കാണുന്ന മനോഹരമായ ജനലുകളും കൊത്തുപണികളും വിശാലമായ മുറ്റങ്ങളും ഇന്നും പഴയ രാജകീയ ജീവിതത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ കോട്ടക്കുള്ളിലെ മീന മസ്ജിദ് എന്ന സ്ഥലത്താണ്. രാജാക്കന്മാർ നിസ്കാരം നിർവഹിച്ചിരുന്നത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും ഇരുമ്പ് കമ്പികളാൽ അടക്കപ്പെട്ട ഒരു വാതിൽ. ഇത് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിലേക്കുള്ള ഡോറാണെന്ന് പറയപ്പെടുന്നു. ഇതിലൂടെ നേരെ താജ്മഹലിലേക്ക് എത്താമെന്നാണ് പറയപ്പെടുന്നത്. ഇതായിരുന്നു കോട്ടക്കുള്ളിലെ ഷോപ്പിംഗ് സെന്റർ അഥവാ മീന ബസാർ. കോട്ടക്കുള്ളിലെ സ്ത്രീകൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ കച്ചവടം ചെയ്യുന്നതും സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നും ആളുകൾ കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിനു ചുറ്റും കാണപ്പെടുന്ന ഈ റൂമുകളിലാണ് 4000-ഓളം വരുന്ന സൈനികരും മറ്റു പ്രമുഖരും താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താജ്മഹലിനെ കാണാം. മൂടൽമഞ്ഞ് മറഞ്ഞത് കാരണം ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയി കാണാൻ കഴിയില്ല. ആഗ്ര ഫോർട്ടിലൂടെ നടന്ന ഈ യാത്ര ശരിക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ചരിത്രവും വാസ്തുവിദ്യയും രാജകീയ പൈതൃകവും ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ ഇന്ത്യയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കോട്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള യാത്രാ വിശേഷങ്ങളും പുതിയ
സ്ഥലങ്ങളുടെ വിശേഷങ്ങളും കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്ക്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.